residents and long-term pass holders and Singaporean citizens are required to apply for the Malaysian digital arrival card as early as 3 days. Hello all, welcome to Malaysia vlog part 6. ഹലോ, ഇപ്പം നമ്മുടെ തേർഡ് ഡേ ഇൻ മലേഷ്യയാണ്. ഫുഡ് കഴിക്കാൻ പോയപ്പോഴൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എനിക്കിപ്പോൾ ഇത്ര ലേറ്റ് ആയിപ്പോയി. നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഡ്രസ്സ് ചെയ്ത് നമ്മൾ വന്നു. പുള്ളി വെയിറ്റിംഗ് ആണ്, ബസ് വെയിറ്റിംഗ് ആണ്. ഐ ഹോപ്പ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ബസ്സിനകത്തേക്ക് കയറാം. ഇന്ന് നമുക്ക് കുറച്ച് ഫോട്ടോ സ്റ്റോപ്സും പിന്നെ ഷോപ്പിങ്ങും ആണ് ഇന്നത്തെ മെയിൻ അജണ്ട. സോ ആഫ്റ്റർ ദാറ്റ് വിൽ കം ബാക്ക്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് അത്ര ഓക്കെ ആയിരുന്നില്ല, ബട്ട് ഫൈൻ, ഓക്കെ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയത് അവിടുത്തെ കിങ്സ് പാലസിലാണ്, ഇസ്താന നഗാര. ഫോട്ടോ സ്റ്റോപ്സ് ആണ് നമ്മുടെ ആദ്യത്തെ ഒരു 3-4 സ്പോട്ട്സ്. നമ്മൾ അവിടുന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു. കല്ലക്കെട്ടൊക്കെ മറച്ച് വെച്ചിട്ടാണ് എടുത്തത്, എങ്ങനെയെങ്കിലും അത് വീഡിയോയിൽ വരാണ്ടിരിക്കാൻ. അപ്പോൾ അവിടെ ഗൈഡ്സൊക്കെ നമുക്ക് ഓരോന്നൊക്കെ പറഞ്ഞു തന്നു, റൂളിംഗ് മെമ്പേഴ്സ്, ഫാമിലീസ്, അതെല്ലാം. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോയത് വാർ മെമ്മോറിയലിലോട്ടാണ്. അപ്പോൾ വാർ മെമ്മോറിയൽ പുറത്തിങ്ങനെ ഒരു ടോം പോലെയാണ്, അകത്തേക്ക് വേറൊരു കൺസ്ട്രക്ഷൻ ഉണ്ട്. ഭയങ്കര വെയിലായിരുന്നു, നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റാത്തത്ര വെയിൽ. അതുകൊണ്ട് ഒരാൾ കുടയും പിടിച്ച് നേരത്തെ പോയി തണലത്ത് നിൽപ്പുണ്ട്. ഞാനെങ്ങനെ പതുക്കെ നടന്നെത്തണം, എനിക്ക് നടന്നെത്താൻ ഇച്ചിരി സമയം വേണമല്ലോ. അപ്പോൾ ഇതിനകത്തൊക്കെയുള്ള വിഷ്വൽസൊക്കെ നമ്മൾ കണ്ടു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. വാരിയേഴ്സിന് വേണ്ടിയിട്ടുള്ള എന്ത് മോണമെൻറ്റ്? വാർ മോണമെൻറ്റ്. അതാണ് നടന്നിട്ടും അങ്ങ് എത്തുന്നില്ലാത്ത പോലൊരു സ്ഥലം. കുറച്ച് സ്റ്റെപ്സ് കയറാൻ എനിക്ക് വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വളരെ ആവേശത്തിലാണ് കയറിയത്. അപ്പോൾ ഈ ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കഴിഞ്ഞാൽ പിന്നെ ഇത്ര ഇങ്ങനെ നടക്കണം. ഇതിൻ്റെ മുകളിലെല്ലാം ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ടൈൽസിനകത്ത് ടൈൽ പോലെ ഇങ്ങനെ പാകിയിട്ടുണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, കൺട്രിയുടെ ഡീറ്റെയിൽസൊക്കെയാണ്. ഇപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അത് ഓർമ്മ വരുന്നില്ല എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഞാനതൊക്കെ വായിച്ച് നോക്കിയായിരുന്നു. ആൻഡ് ഇവിടെ നടന്ന് നമ്മൾ ചെല്ലുമ്പോൾ ഒരു അടിപൊളി ഫൗണ്ടെയിനും ഒക്കെ ഉണ്ട്. ശരിക്കും ആ നടന്ന് അപ്പുറത്തെ സൈഡിൽ എത്തണം, അതാണ് അതിൻ്റെ ഫ്രണ്ട് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ നമ്മളിങ്ങനെ ഈ ഒരു ചെറിയ ഫൗണ്ടെയിൻ ഇങ്ങനെ ബ്രിഡ്ജ് പോലെ പാസ് ചെയ്ത് പോകണം. ഇവിടെ ഞാൻ അല്പം ബുദ്ധിമുട്ടി, കാരണം പടി ഇറങ്ങണമായിരുന്നു. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ അങ്ങ് പോയി. അപ്പോൾ ഈ ഒരു സ്പോട്ടൂടെ ആയി കഴിയുമ്പോഴേക്കും നമ്മൾ അപ്പുറത്തെ സ്പേസിലേക്ക് എത്തും. പിന്നെ നമുക്ക് അവിടെ വന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. അങ്ങനെ കുറേ എടുത്തു. അവിടെ കുറേ ഫൗണ്ടൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എൻജോയ് ചെയ്തു. പിന്നെ അവിടുത്തെ ഒരു റൈറ്റിംഗ് ഉണ്ടായിരുന്നു, നമ്മൾ എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്നൊക്കെ. അവിടെ നിന്ന് നേരെ നമ്മൾ പിന്നെ അവസാനം കൂളിംഗ് ഗ്ലാസ് വെച്ചു. കണ്ണ് കാണാൻ വയ്യ, നടക്കാൻ പറ്റണ്ടേ. പിന്നെ നമ്മൾ ഇൻഡിപെൻഡൻസ് സ്ക്വയറിലോട്ടാണ് പോയത്. അപ്പോൾ ഇൻഡിപെൻഡൻസ് സ്ക്വയർ കഴിഞ്ഞിട്ട് നേരെ പോയത് ഹാരിസ്റ്റൺ ബുട്ടീക്കിലാണ്. അപ്പോൾ അവിടെ ഹാരിസ്റ്റൺ എന്ന് പറയുന്നത് ഇവിടെ ഓതൻറ്റിക് ആയിട്ടുള്ള ചോക്ലേറ്റ് ഫാക്ടറിയാണ്. അപ്പോൾ ബാക്കിൽ നമ്മുടെ പെട്രോണാസ് ട്വിൻ ടവർ ഉണ്ട്. ട്വിൻ ടവർ നമ്മൾ വൈകിട്ട് കാണാൻ പോവും. ദെൻ ഡ്യൂറിയൻ ഫ്രൂട്ടൊക്കെ അവിടെ ഇനി ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ശരിക്കും ഞങ്ങൾ ബാക്ക് ബെഞ്ചേഴ്സിനെ പോലെയായിരുന്നു. ഗൈഡ് ഫ്രണ്ടിൽ നടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, ഞങ്ങൾ ആരും അതൊന്നും കേട്ടില്ല. പ്രത്യേകിച്ച് ബാക്കിൽ പോകുന്നത് ഞങ്ങൾ കുറച്ച് പേര്. ഞങ്ങളവിടെ അലമ്പ് ബഹളം. ശരിക്കും എനിക്ക് സ്കൂൾ തന്നെയാണ് ഓർമ്മ വന്നത്. ഈ പറഞ്ഞതൊന്നും കേൾക്കാതെ ഞങ്ങൾ മുന്നോട്ട് പോയി. അവിടെ കുറച്ചധികം ഇങ്ങനെ ഓഫേഴ്സ് പോലെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ടീമായിട്ട് പോയതുകൊണ്ട് തന്നെ ഇപ്പോൾ 8 എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇത്ര. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കോംബോ ആയിട്ടാണ് വാങ്ങിച്ചത്. ഞാനും വാങ്ങി കുറച്ച് ചോക്ലേറ്റ്സ്, ആൽമണ്ട് കോട്ടഡും മിൽക്ക് ചോക്ലേറ്റും അങ്ങനെ എന്തൊക്കെയോ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ മേടിച്ചു. പിന്നെ അവിടെ കുറച്ചൊക്കെ കറങ്ങിയിരുന്നു. പുള്ളിക്കാരിയാണ് നമ്മുടെ ഗൈഡ്. ത്രൂ ഔട്ട് ദി ജേർണി ഷീ വാസ് വെരി മച്ച് കോപ്പറേറ്റീവ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ KL ടവറിലും കൂടെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ എനിക്കൊന്നും എടുക്കാൻ പറ്റില്ല, ഭയങ്കര വെയിലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വന്നു. ഇനി ഒരു ഹാഫ് അവറിനകത്ത് നമുക്ക് ഫുഡ് കഴിച്ച് ഇറങ്ങാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ചു. നല്ല ഓതൻറ്റിക് ആയിട്ടുള്ള ഫുഡായിരുന്നു. പിന്നെ അവരുടെ മെയിൻ ഐറ്റം ഈ ഒരു സേമിയാണ്. ഭയങ്കര ലെങ്തി ആയിട്ടുള്ള സേമിയാണത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. കഴിക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഒരു കപ്പ് കൂടെ എടുക്കാനായിട്ട് തോന്നും. അങ്ങനെ എനിക്കൊന്ന് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നമുക്ക് ഈ സേമിയ ഒരു ഡെസേർട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ സംഭവം കഴിച്ച് ഒന്ന് ഫ്രഷായി എല്ലാവരും ഇറങ്ങി. നമുക്ക് നേരെ നെക്സ്റ്റ് സ്റ്റോപ്പ് ചൈന ടൗൺ ആൻഡ് സെൻട്രൽ മാർക്കറ്റാണ്. അപ്പോൾ പ്രത്യേകം പറഞ്ഞിരുന്നു, പിക്ക് പോക്കറ്റേഴ്സ് ഉള്ള സ്ഥലമാണ്, ഫോൺ സൂക്ഷിക്കുക, കൈ പിടിച്ച് നടക്കുക, കാരണം ഒത്തിരി ആലീസ് ഉണ്ട്, നമുക്ക് വഴി തെറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്തങ്ങ് പോയതേ ഉള്ളൂ. ഇവിടുത്തെ പർച്ചേസൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നല്ല ഇടിയും മിന്നലും മഴയായി. പക്ഷേ ഓൾറെഡി വാൺ ചെയ്തിരുന്നു ഇവിടുത്തെ ക്ലൈമറ്റ് അൺപ്രഡിക്റ്റബിൾ ആണെന്ന്. അതുകൊണ്ട് തന്നെ റെയിൻ കോട്ട്സ് ഉണ്ടായിരുന്നു. ആൻഡ് നമ്മൾ അവിടുന്ന് പിന്നെ നേരെ പെട്രോണാസിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോഴും മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം ബ്ലോഗായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. സോ ഒഫീഷ്യലി ഇതൊരു സെക്കൻഡ് ലാസ്റ്റ് വീഡിയോ ആണ്. അടുത്ത വീഡിയോയിൽ പിന്നെ നമ്മൾ കുറച്ച് KLCC ടവറിൽ പോയിട്ടുള്ള ഷോപ്പിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളും എയർപോർട്ട് വിഷ്വൽസും ആണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.